എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ എന്നെ പൂട്ടിക്കാത്തത്. ഈ ഹോട്ടലിൽ നിന്നും ബിരിയാണി വാങ്ങി കഴിക്കുകയും അതോടൊപ്പം ആ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് കണ്ടെത്തുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. എന്റെ മക്കൾ കഴിക്കുന്നത് തന്നെ, മറ്റു കുട്ടികൾ കഴിക്കുന്നത് എന്റെ മക്കൾ തന്നെയാണ്. ഞാൻ മൂടിക്കെട്ടി വെച്ചിട്ടല്ല ഞാനൊരു പാചകം ചെയ്യുന്നത്. ഞാൻ എല്ലാം തുറസായിട്ടാണ്. നമസ്കാരം. കൊല്ലം ചിതറയിലെ NR ഹോട്ടലിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഹോട്ടലിൽ നിന്നും ബിരിയാണി വാങ്ങി കഴിക്കുകയും അതോടൊപ്പം ആ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് കണ്ടെത്തുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് ഞങ്ങൾ അന്വേഷിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ ഹോട്ടലിൽ എത്തിയപ്പോൾ ഈ ഹോട്ടൽ തുറന്നിരിക്കുകയാണ്. ഇതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ച ഹോട്ടൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാണ് ഞങ്ങൾ എത്തിയത്. നമുക്ക് ഏതായാലും അന്വേഷിക്കാം. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങളൊന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ കടയിലെ അന്ന് ദിവസം ബിരിയാണി ഉണ്ടാക്കിയത് ഈ കടയുടമയായിട്ടുള്ള ഈ ചേട്ടനാണ്. ചേട്ടൻ തന്നെയാണ് സ്ഥിരമായിട്ട് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ ചേട്ടന്റെ പേരെങ്ങനെ? നിസാറുദ്ദീൻ ചേട്ടനാണ് ഈ കടയുടെ ഉടമ അല്ലെ? അപ്പോൾ ചേട്ടൻ എത്ര വർഷമായി നമ്മുടെ ഈ സ്ഥാപനം? ഞാനിവിടെ ഇപ്പൊ 10, മുള്ളിക്കാട് 15, 28, മൊത്തം 28 വർഷം. 28 വർഷമായി. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു ബിരിയാണിക്കകത്ത് കുപ്പിച്ചില്ല അല്ലെ? ചിരി വരാ ചേട്ടനത് കേട്ടപ്പോൾ ചിരി എന്ന് വരുന്നത്. ചേട്ടാ, ശരിക്കും ബിരിയാണിയിൽ കുപ്പിച്ചില്ലുണ്ടായ അല്ലെങ്കിൽ കണ്ടെത്താനുണ്ടായ സാഹചര്യം ഇപ്പോഴും ഈ ഷോപ്പ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിവാദമാവുന്ന ഹോട്ടലുകൾ അടച്ചു പൂട്ടാറാണ് പതിവ്. എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ എന്നെ പൂട്ടിക്കാത്തത് ഇല്ലേ? എന്നെ അവരെല്ലാം വന്ന് നോക്കിയിട്ട് പോയി. എല്ലാവരും വന്നു. പിന്നെ കൊല്ലത്തുനിന്ന് വന്ന് ഇവിടെ ഇതിന്റെ ഹെൽത്തിന്റെ ഇവിടുത്തെ ആൾക്കാർ വന്ന് 2 ദിവസം വന്നു. അവരന്നും വന്നതിന് ഒരു ന്യൂനതയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് മുമ്പ് എനിക്ക് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അന്നും വന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടാവും. അന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ഇത് എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള്, ഞാൻ, എൻ്റെ വൈഫ് ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഇതാണ്. ഇവിടുന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയി വെച്ചോണ്ട് വന്നിട്ട് പിന്നെ കഴിക്കില്ല. ഞാൻ ഇത്രയും വർഷം ഞാൻ ഇവിടെ കഴിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം, എന്ത് സാധനം ഉണ്ടാക്കില്ല. പിന്നെ ജോലിക്കാരെ 1-2 പേരെ കാണും. കാരണം വെച്ചാൽ അത് വേറെ തീയരിക്കും. ബാക്കിയുള്ള പാചകങ്ങളും എല്ലാം ചിക്കൻ ഐറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ തന്നെയാണ്. ഒരു ബിരിയാണി ഞാൻ ഇത്രയും അറിയാമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കണ്ണെത്തണം. അതിനാണ് ഞാൻ ഈ ക്യാമറയുടെ കൂടെ അടുക്കളയിലായതുകൊണ്ട് ഇതിനകത്തായിരുന്നു ഈ ലൈവായിട്ട് ആൾക്കാർ കാണുക. ഞാൻ മൂടിക്കെട്ടി വെച്ചിട്ടല്ല ഞാനൊരു പാചകം ചെയ്യുന്നത്. ഞാൻ എല്ലാം തുറസായിട്ടാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ എടുക്കാം. പിന്നെ ഇത് വന്ന് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. പക്ഷെ അവനെ വിളിച്ചു ഇവിടെ വന്ന് 4 ബിരിയാണി ചോദിച്ചു, 4 ബിരിയാണി കൊടുത്തു. അത് എനിക്കറിയില്ല, പലരും വന്ന് മേടിക്കുന്നു എടുക്കുന്നു. വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നണക്കാണ് 4 ബിരിയാണി വേണം. 4 ബിരിയാണി കൊടുത്ത് 520 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഇവൻ പോയിട്ട് 2:30 3 മണിയോളം ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴത്തേക്കാണ് അവിടെ ഇറങ്ങിയപ്പോഴാണ് പോകുന്നത്. 4 ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോയത് ചേട്ടാ, ഇന്നണക്കൊരു കുപ്പിച്ചില്ലിട്ടു. അപ്പം ഞാൻ പറഞ്ഞ അവനെ അങ്ങനെ ഒരു കാരണവശാലും കിട്ടാൻ ചാൻസ് ഇല്ല. എങ്ങനെ വന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒന്നുമില്ല. ചില്ലുപാത്രങ്ങളൊന്നും അതിനെ ചില്ല ചേർക്കുന്ന ഒരു സാധനമില്ല. ഞാനൊരു സാധനം മായം ചേർക്കാറില്ല. പിന്നെ ചേർത്തുന്ന ഈ ഉപ്പ് നമ്മൾ കവർ പോണ വായു, ഞാനത് കവർ വാരിയാണ് കലയ്ക്കല്ല ഒഴിക്കുന്നത്. അങ്ങനെ വന്നാൽ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്തിട്ടില്ല. അത് അവരുടെ അടുത്ത് പിന്നെ വന്നതുമില്ല. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞു. എന്നെ സ്റ്റേഷനാരെ വിളിച്ച് എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു, എന്നൊക്കെയാണ് ഒരു പരാതി വെച്ചിട്ടുണ്ടെന്ന്. അവനാണ് എന്നെ വിളിച്ചത്. ഞാൻ വിളിച്ചു, അപ്പോൾ എന്നൊക്കെ ഒരു പരാതി പറഞ്ഞു. ഞാൻ പറയും, മക്കളെ ഞാൻ അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിയാത്ത എന്താണെന്ന് പറയാം. അതിനൊക്കെ എന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3:30 മണിയായപ്പോഴത്തേക്ക് 3:30 ആയിട്ട് തോന്നുന്നു. 3:30-3 മണിയൊക്കെ ഉണ്ടാവും. ഞാൻ മൊബൈലെടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ് നീ മേടിച്ചോണ്ട് പോയത് പറയാൻ സത്യമാണ്, അല്ലാതെ ഞാൻ അവനെ മോശമായിട്ട്. അപ്പോൾ എൻ്റെ ചോദിച്ചു, ഇതിൽ വാട്സപ്പ് ഉണ്ടോന്നില്ല. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ഞാൻ എൻ്റെ ഷോട്ട് അയച്ചു തരാം. ഞാൻ അത്രയും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. ഞാൻ അങ്ങോട്ട് അതേ പറഞ്ഞോളൂ. ഞാൻ എന്നെ വഴക്ക വന്നിട്ട് അവനുമായിട്ട് മറ്റുള്ള അതൊന്നും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കുപ്പിച്ചിലുണ്ടായിരുന്നു എന്നേ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എന്നെ നമ്മളൊരു മെമ്പർ സുഹൃത്ത് വിളിക്കുന്നത്, രാജീവ്. അല്ലെങ്കിൽ ഞാൻ എന്താണ് അവിടെ പ്രശ്നം എന്ന് അറിയാം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു പയ്യൻ വിളിച്ചതിന് കാര്യം പറഞ്ഞു. അതേടാ അന്നാണക്കാണ് എന്നൊരു അതിനകത്ത് കുപ്പിച്ചില്ല ഇടാമെന്ന് പറയുന്നത്. എന്തരാണെന്ന് നീ നോക്കുന്നത്? ഞാൻ പറയാം എനിക്കറിയില്ല. ഞാൻ അത് തിരക്കിട്ടെന്നോ, തിരക്കിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അവൻ വൈകുന്നേരം ആയപ്പോൾ അവൻ ഇവിടെ വരികയും ചെയ്തു.
മെമ്പർ എന്ന് പറഞ്ഞ ആൾ പെണ്ണും ഇവിടെ വരികയും ചെയ്തു. പിന്നീടാണ് രാഹുൽ, അവൻ്റെ പേരൊന്നും പറഞ്ഞില്ല, രാഹുലാണെന്ന് പറഞ്ഞില്ല. ചേട്ടാ എന്താണ് പ്രശ്നം അവിടെ? നമ്മുടെ അങ്ങനെ ഒരു പ്രശ്നം ഇത് നമ്മളെ കടയിലൊന്നും ഉണ്ടായിട്ടില്ല, എന്താണ് കാര്യം? അത് തന്നെയാണ് കുപ്പിച്ചില്ലിടുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു എനിക്കെന്തൊരു പറയാം, ഞാൻ അറിയാത്ത കാര്യം എന്താണെന്ന് പറയണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ഞാൻ ചോദിച്ചാൽ ഞാൻ പിന്നെ ചോദിച്ചിങ്ങനെയാണ്, കാരണം നമുക്കിട്ട് ആരെങ്കിലും പണി തരുന്നതാണ് എന്ന് ഞാൻ ചോദിച്ചത് സത്യം തന്നെയാണ്. അന്ന് പറയുന്നത് തന്നെയാണ്, ഇന്ന് പറയുന്നത് തന്നെ. സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതും അത് തന്നെ. അവന്മാരും പറഞ്ഞിട്ടില്ല ഞാൻ മോശമായിട്ട് സംസാരിച്ചെന്ന്, അവന്മാരും പറഞ്ഞിട്ടില്ല. ഇതാണ് സംഭവം. ഇനി ഒരു വാക്ക് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബിരിയാണിയിൽ നമുക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ മുടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അവരെ വിളിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും നാളെ ഈ ഹോട്ടൽ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കോ അദ്ദേഹം അത്രത്തോളം പ്രയാസപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് വാങ്ങാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ എത്തുന്നുണ്ട്. ഫ്രൈഡും ഐറ്റംസ് ഒക്കെ തന്നെ റെഡിയാണ് അല്ലേ? തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കുഴപ്പമൊന്നുമില്ല. കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചോ? ഇല്ല, അങ്ങനെ വിചാരിക്കാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ ജനങ്ങൾക്ക് അറിയാം, എന്റെ കസ്റ്റമറിനറിയാം, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ കസ്റ്റമറിനെ അറിയാം. ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ തെറ്റാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്ന് പറയട്ടെ, അല്ലെങ്കിൽ പറയട്ടെ. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള ഒരു ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഫുഡ് മേടിക്കുന്നത്? താമസക്കാരനാണ് ഞാൻ, സ്ഥിരം ഇവിടുത്തെ കസ്റ്റമറാണ്. ഇതുവരെ എനിക്ക് ഒരു മോശമായ അഭിപ്രായം ഇല്ല. ഇവിടെ നല്ല ഭക്ഷണമാണ്. നമ്മുടെ ഈ അടുത്ത സമയത്ത് ഈ ഹോട്ടലിനെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ. അത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അറിയാൻ നിങ്ങളുടെ അനുഭവത്തിൽ ഇതുവരെ ഇല്ല. അങ്ങനെയില്ല. ഒരു കംപ്ലൈന്റ് ഞാൻ പറഞ്ഞെടുക്കാനില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്ക് തന്നെ 500 രൂപ വെളിച്ചെണ്ണ വില. ഏതെങ്കിലും ഒരു ഹോട്ടലുകാർ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലുകാരെ പറയാം? ഞാൻ ഇപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ്. കാരണം എന്താണെന്ന് എൻ്റെ മക്കൾ കഴിക്കുന്നത് തന്നെയാണ്, മറ്റു കുട്ടികൾ കഴിക്കുന്നത് എൻ്റെ മക്കൾ തന്നെയാണ്. അവർക്കൊരു മായം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിക്കുമ്പോൾ അവർക്ക് വയറ്റുവേദന ഉണ്ടാവും. ഞാൻ ഈ 28 വർഷം കൊണ്ട് കൊടുക്കുന്ന ഒരു കുട്ടിക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ചോദിക്കുക? അതേ എനിക്ക് പറയാനുള്ളത്. ഞാൻ പൊടിയ വർഗ്ഗങ്ങൾ ഞാനൊന്നും വാങ്ങിക്കാറില്ല. ഞാൻ എല്ലാം വാങ്ങി പൊടിക്കുന്നത്. അത് കാണാം, ഞാൻ ചാക്ക് കണക്കിന് സാധനം എടുത്ത് വെച്ച് വാങ്ങിച്ച് പൊടിച്ച് വറുത്ത് തന്നെയാണ് ചെയ്യുന്നത്. മല്ലി, മുളക് ഇതെല്ലാം വാങ്ങിച്ച് പൊടിക്കുന്നതായിരിക്കും പൊടിക്കുന്ന ആളുകളായിരിക്കും. ഈ ഗ്രാമ്പ്, ഏലം, ചക്കോല ഇതെല്ലാം ഞാൻ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നതാണ്. കുരുമുളക് ആരെങ്കിലും 800 രൂപ കൊടുത്ത കുരുമുളക് വാങ്ങിച്ച് പൊടിച്ച് ചെയ്യോ? ഞാനതും ഉള്ള സാധനമാണ് വാങ്ങിച്ചെടുത്ത് പൊടിച്ച് വെച്ചേക്കണം. അവിടെ ഇരിപ്പുണ്ട്, എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. വളരെ സുതാര്യമായിട്ട് അദ്ദേഹത്തിന് കാണാം. അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ അദ്ദേഹം ശരിക്കും അത്രത്തോളം ഹൈജീനിക് ആയിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. 100% അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. കഴിഞ്ഞ 28 വർഷമായി അദ്ദേഹം ഇത്തരത്തിൽ പാചക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഈ കട തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു കാരണമാണ് ഞങ്ങൾ അന്വേഷിച്ചെത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം